പിക്സൽ 9 നോക്കുന്ന സമയത്ത് ആ ഡിസൈനിലേക്കാണ് പെട്ടെന്ന് എൻ്റെ കണ്ണ് പോയത്. അതായത് ഇപ്രാവശ്യം ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഡിസൈനിൽ. കഴിഞ്ഞ കൊല്ലത്തെ പോലെ ചെറിയൊരു ചേഞ്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ അതൊരു പിക്സൽ ഫോണാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സാംസങ് ഗാലക്സി എസ് സീരീസ് നമ്മൾ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഐഫോണിൻ്റെ സീരീസ് നോക്കുന്ന സമയത്തും എല്ലാം കഴിഞ്ഞ കൊല്ലങ്ങളായിട്ട് കുറേ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരേ ഡിസൈൻ തന്നെ തള്ളുകയാണ്. പക്ഷേ അതിൽ നിന്നൊരു ചേഞ്ച്, ഒരു പിൽ ഷേപ്പ് ഡിസൈനാണ് ഇപ്രാവശ്യം ഒരു പിക്സൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിക്സൽ 9നെ കുറിച്ചായിരിക്കും ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. 4 കളർ വേരിയൻസ് ആണ് വരുന്നത്: ഗ്രീന്, വൈറ്റ്, പിങ്ക്, ബ്ലാക്ക്. അതിൽ പ്രത്യേകിച്ച് ആ ഗ്രീനും പിങ്കും എനിക്ക് ഭയങ്കര കണ്ണിൽ നല്ല രസമുണ്ട് കാണാൻ, നല്ല കളേഴ്സായിട്ടും തോന്നി. പിന്നെ 8.5 ആണ് തിക്നെസ് വരുന്നത്, 198 ഗ്രാമാണ് വെയിറ്റ്. ഡിസൈൻ പറഞ്ഞതുപോലെ ഒരു പിൽ ഷേപ്പ് ഡിസൈൻ, പുതിയ ഡിസൈൻ, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് നിങ്ങൾക്ക് ബാക്കിലും ഫ്രണ്ടിലും പ്രൊട്ടക്ഷൻ വരുന്നത്. മാറ്റ് ഫിനിഷാണ് നിങ്ങൾക്ക് ഫ്രെയിംസിലും വരുന്നത്, ബാക്കിലും വരുന്നത്. ഫ്രെയിംസ് നിങ്ങൾക്ക് അലൂമിനിയം ഫ്രെയിം അല്ലെങ്കിൽ മെറ്റൽ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 സിം കാർഡ് ഇടാൻ പറ്റും. അത് ഒന്ന് ഇ സിമ്മും ഒന്ന് ഫിസിക്കൽ സിമ്മുമാണ്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസും കിട്ടുന്നുണ്ട്. സോ വെള്ളത്തിൽ പിടിച്ച് മുക്കിയാലും വലിയ കുഴപ്പങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഇതാണ് എനിക്ക് ഇൻ്റർഫേസിനെ കുറിച്ച് ആദ്യമേ പറയാനുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്ടോടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ, ഞാനാണ് അമർനാഥ്. കൂടുതൽ ടൈം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണ ഞാൻ ബോക്സ് ആൻഡ് പ്രൈസിങ് ആദ്യമേ പറയാറുണ്ട്, പക്ഷെ ഇത് ലാസ്റ്റിലേക്ക് പറയാമെന്ന് വിചാരിച്ചു. കാരണം ബാക്കി സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ട് പ്രൈസ് പറയുന്നതിലാണ് കുറച്ചും കൂടി ലോജിക് ഉള്ളത് എന്ന് എനിക്ക് തോന്നി. 6.3 ഇഞ്ചസിൻ്റെ 120 Hz ഫുൾ HD പ്ലസ് ആക്ച്വ ഡിസ്പ്ലേ എന്നാണ് അവർ വിളിക്കുന്നത്. ആക്ച്വ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു മാർക്കറ്റിംഗ് പേര് മാത്രമാണ്. അത് സാധാരണ AMOLED ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല AMOLED ഡിസ്പ്ലേ ആണ്. LTPO പാനലൊന്നുമല്ല. 60 Hz 120 Hz ഇങ്ങനെ 2 വേരിയബിൾ റിഫ്രഷ് റേറ്റ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. 1 Hzലേക്കൊന്നും താഴേക്ക് പോകാൻ പറ്റില്ല. 1800 നെറ്റ്സിൻ്റെയാണ് ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നത്. 2700 നെറ്റ്സിൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. HBM നോക്കിയാൽ മതി. ആ 1800 എന്ന് പറയുന്നത് തന്നെ മോർ ദാൻ എനഫ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് സൂര്യൻ്റെ ചോട്ട് പോയി നിന്നാലും ശരി അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റും. HDR 10% സർട്ടിഫിക്കേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ആൻഡ് പഞ്ച് ഹോൾ കട്ടൗട്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് കറൂഡ് ഡിസ്പ്ലേ അല്ല, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അത്യാവശ്യം ബെസൽസ് നോക്കിയാലും നല്ല രസമുണ്ട് കാണാൻ. സോ ഓവറോൾ നല്ല ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പറയാം, നല്ല ഗ്രേറ്റ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ മൾട്ടിമീഡിയ ഒന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ഫോണിൽ. പക്ഷേ അടുത്ത സെക്ഷൻ സ്പെസിഫിക്കേഷൻസ് നോക്കുന്ന സമയത്താണ് എനിക്ക് ചെറിയൊരു ഇതെങ്ങനെയായിപ്പോയി എന്നുള്ളൊരു രീതിയിൽ വന്നത്. കാരണം ടെൻസർ G4 ആണ് ചിപ്സെറ്റ്, 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജി. LPDDR5X UFS 3.1. Titan M2 എന്ന് പറയുന്ന സെക്യൂരിറ്റി കോ പ്രോസസർ വരുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. ഇനി ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 59-60% മാത്രമേ വരുന്നുള്ളൂ. 1 million AnTuTu സ്കോർ മാത്രമേ വരുന്നുള്ളൂ. ടോട്ടലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന 30,000 രൂപയുടെ സ്മാർട്ട് ഫോൺ ആ ഒരു റേഞ്ചിലുള്ള പെർഫോമൻസ് പോലും മര്യാദയ്ക്ക് ഇവിടെ ഇവർ തരുന്നില്ല. കാരണം UFS 3.1 കൊടുക്കരുതായിരുന്നു. 9 Pro XLലും അവരത് തന്നെയാണ് കൊടുത്തത്. UFS 4.0 വേണം. ആ റാം വേരിയൻ്റ് ഒക്കെ LPDDR5X നല്ല കാര്യം, പക്ഷേ UFS 4.0 തീർച്ചയായിട്ടും കൊടുക്കണമായിരുന്നു. കാരണം ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. സോ ആ ഒരു രീതിയിൽ അവരതിനെ കാണണമായിരുന്നു. മാത്രവുമല്ല, നിങ്ങൾക്ക് ഇതൊരു ഗെയിമിംഗ് ഫോണായിട്ട് കരുതാൻ പറ്റില്ല. 1 million AnTuTu സ്കോർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് ഇപ്പോൾ 1.5 million പുറത്ത് കിട്ടുന്നുണ്ട്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ല. മാത്രമല്ല, ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ അത്രയും കുറഞ്ഞൊരു സാധനം കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറഞ്ഞൊരു സ്കോർ കിട്ടുന്നു എന്ന് പറയുന്നത് ത്രോട്ട്ലിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നില്ല. അതായത് ഹീറ്റ് ആവാതിരിക്കാൻ അവർ പെർഫോമൻസ് കുറയ്ക്കുന്നുണ്ട്. സോ ഇത് ഗെയിമിങ്ങിന് വേണ്ടി നമുക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വലിയ കുഴപ്പമുണ്ടായിരിക്കില്ല. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ക്യാമറ ഉപയോഗിക്കുമ്പോൾ ചെറിയ സ്റ്റട്ടർ വരാൻ സാധ്യതയുണ്ട്. കാരണം ക്യാമറ കുറച്ച് ഹെവി യൂസേജ് ആണ്. പക്ഷേ എന്നാലും ഒരു നല്ല രീതിയിൽ ക്യാമറ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ബാറ്ററി സെക്ഷൻ 4700 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 27 വാട്ട്സിൻ്റെ വയേർഡ് ചാർജിങ്, 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏകദേശം 6 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ബാറ്ററി ലൈഫ് ഇവർ ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്യാവശ്യം കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും അത്യാവശ്യം നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വയേർഡ് ചാർജിങ് 27 വാട്ടൊന്നും ഇനി വരാം. കാരണം iPhone 16 സീരീസിൽ വരെ 45 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓൾദോ അതൊരു 39-40 അവർ കൊടുക്കുന്നെങ്കിലും അവർ വരെ 40 വാട്ട് തരാൻ തുടങ്ങി. ഇവരിപ്പോൾ 27 വാട്ടിൽ കുത്തിരിക്കുകയാണ്. സോ ബാറ്ററി സെക്ഷനിലെ ചാർജിങ്ങും പോയി, പെർഫോമൻസ് സെക്ഷനും പോയി. ഈ 2 കാര്യമാണ് എനിക്കിവിടെ മെയിൻലി പറയാനുള്ളത്. പക്ഷേ ബാറ്ററി ലൈഫ് അത്യാവശ്യം അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇനി നമ്മൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും AI-യും കൂടി ഒന്നിച്ച് നോക്കുന്ന സമയത്ത് Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് ശരിയാണ്. 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഒക്കെ അവർ പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും
ആൻഡ്രോയിഡ് 15 ആയിരുന്നു നമ്മൾ ഗൂഗിളിൻ്റെ അടുത്ത് പ്രതീക്ഷിച്ചത്. കാരണം എപ്പോഴും ആ റേസിൻ്റെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഗൂഗിളായിരുന്നു. ആൻഡ്രോയിഡ് ഏറ്റവും ആദ്യം കൊടുക്കുന്നത് ഗൂഗിളാണ്. എന്തോ iPhone 16 സീരീസിൻ്റെ മുന്നേ ചാടിക്കയറി ലോഞ്ച് ചെയ്യാനുള്ള ഒരു തിരക്കിൽ പറ്റിപ്പോയതാണെന്ന് തോന്നുന്നു. അവർ ആൻഡ്രോയിഡ് 14 കൊടുത്തിട്ടുള്ളൂ, 15 കൊടുക്കണമായിരുന്നു. പിന്നെ എക്സ്പീരിയൻസ് ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. അതായത് ബ്രോട്ട്വെയർ ആഡ് കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. സ്റ്റട്ടർ അങ്ങനത്തെ പരിപാടികളൊക്കെ വളരെ കുറച്ചുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. മാത്രവുമല്ല അവർ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ല രീതിയായിരിക്കും. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, വേറെ പരിപാടികളൊന്നുമില്ല. നല്ല സ്മൂത്ത് UI എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി AI ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെമിനി അയ്യോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ജെമിനി എന്ന് വിളിക്കാം. ജെമിനി ലൈവ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് ജെമിനി നിങ്ങൾക്ക് ഏതൊരു ഫോണിലും ചെയ്യാം. അപ്പോൾ എൻ്റെ ഫോണിലും ചെയ്യാം, നിങ്ങളുടെ ഫോണിലൊക്കെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ജെമിനി ലൈവ് ഇതിൻ്റെ അകത്ത് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു മന്ത് മാത്രമേ അത് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ 1900 ചില്ലാൻ രൂപ നിങ്ങൾ അതിന് കൊടുക്കണം, അതും ഓരോ മാസവും. നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അതൊരു കുറച്ച് വലിയ തുകയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ 9 Pro XL എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 1 വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ എന്താ കിട്ടുന്നുണ്ട്. അപ്പം സംഭവം പറയുകയാണെങ്കിൽ നമുക്ക് ChatGPTൻ്റെ ലൈവ് പോലെ തന്നെ നമുക്കിങ്ങനെ പറയാം. അതായത് സിരിയൊക്കെ പോലെ നമുക്ക് അസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഉപയോഗിക്കാം. അതാണ് ജെമിനി ലൈവ്. പിന്നെ ബാക്കി AI ഫീച്ചേഴ്സ് ആഡ് മീ വരുന്നുണ്ട്. അതായത് 2 പേരെ ഒരു ഫോട്ടോ എടുക്കാനുള്ളൂ എങ്കിൽ ഒരാളെ ആദ്യം എടുക്കുക, പിന്നെ മറ്റേ ആൾ വന്ന് നിൽക്കുക, എന്നിട്ട് പിന്നെ അതായത് വേറെ ആളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കുന്ന ആൾക്ക് പിന്നെ വന്ന് കയറി നിന്നിട്ട് എടുക്കാം. അത് നിന്നിട്ട് 2 കൂടി ക്ലബ് ചെയ്ത് 2 ഫോട്ടോയും കൂടി ക്ലബ് ചെയ്ത് കറക്റ്റ് ഒരു ഫോട്ടോ പോലെ ആക്കി തരും. പിന്നെ AI ഇമേജസ്, അതായത് ഇമേജ് ജനറേഷൻ പറ്റും. അതായത് വാൾപേപ്പർ ജനറേഷനും പറ്റും. പിന്നെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫോട്ടോസ് ജനറേറ്റ് ചെയ്യും. പിന്നെ ഇമാജിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ സ്കൈയൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ, വേറെ മൗണ്ടെയിൻസ് ഒക്കെ അവിടെ വരുത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒറിജിനാലിറ്റിയിൽ ചെയ്തു തരുന്നുണ്ട്. പിന്നെ മാജിക് ഇറേസർ, നിങ്ങൾക്ക് പണ്ട് മുതലേ അറിയാവുന്നൊരു ഫീച്ചറാണ് മാജിക് ഇറേസർ. വേണ്ടാത്തൊരു ഒബ്ജക്റ്റ് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ പിക്സൽ സ്ക്രീൻഷോട്ട്സ്, അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. ചെറപറ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട്സ് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ഷൂവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നുവെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് ഷൂസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ AI വഴി ഷൂസിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരും. അപ്പോൾ അതൊക്കെ നല്ല ഫീച്ചറാണ്. ഓട്ടോ ഫ്രെയിം, അതായത് നിങ്ങളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ്സ് എങ്ങനെയാണ് ഇമാജിൻ ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വലുതാക്കി തരും ഫോട്ടോ. ഇങ്ങനെയാണ് AI ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് മൊത്തം AI എന്ന് പറഞ്ഞ് കുറേ തള്ളി മറക്കാനുണ്ട്. അത് പിക്സലൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ വേറെ പല കമ്പനികളും വെറുതെ AI എന്ന് പറഞ്ഞിട്ട് ഒരേ ഫീച്ചേഴ്സ് തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും ഇന്നോവേഷൻ എന്നുള്ള പേരിൽ. ഇനിയിപ്പം ആപ്പിൾ ഇൻ്റലിജൻസ് അപ്പുറത്ത് ഒരാൾ കിടപ്പുണ്ട്, അത് ഔട്ട് ഓഫ് ദ ബോക്സ് പോലും തന്നിട്ടില്ല. അവർ അറ്റ്ലീസ്റ്റ് ഔട്ട് ഓഫ് ദ ബോക്സിൽ തരുന്നുണ്ട്, നല്ല കാര്യം. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 18 5G ബാൻഡ്സ്, Wi-Fi 6, ബ്ലൂടൂത്ത് വേർഷൻ 5.3 വരുന്നുണ്ട്, NFC-ൻ്റെ സപ്പോർട്ട്, അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. പിന്നെ Type-C 3.2 ആണ് കിട്ടുന്നത്. നെറ്റ്വർക്ക് എക്സ്പീരിയൻസ് അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടത്. അതായത് പണ്ട് കോൾ ഡ്രോപ്പും പിന്നെ റേഞ്ച് അധികം കിട്ടാത്തൊരവസ്ഥയും പിന്നെ നെറ്റ്വർക്ക് സ്പീഡ് കുറയുന്നൊരവസ്ഥയൊക്കെ പിക്സലിനുണ്ടായിരുന്നു. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. സോ അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, നല്ല കാര്യം. അവർ ഇമ്പ്രൂവ് ചെയ്യണം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്യാമറയെ കുറിച്ച് പറയുന്ന സമയത്ത് 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ട് ചെയ്യുന്ന പ്രൈമറി ക്യാമറ, 48 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ഇവിടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, മെഗാപിക്സൽസ് കൂട്ടിയിട്ടുണ്ട്. 10.5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ, ബാക്കിലും ഫ്രണ്ടിലും നിങ്ങൾക്ക് 4K 60 FPS റെസൊല്യൂഷനിൽ നല്ല സ്റ്റേബിൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും, നല്ല കാര്യം. 4K 60 FPS ബാക്കിലും ഫ്രണ്ടിലും കൊടുത്തത് നല്ല കാര്യം. പോർട്രേറ്റ് മോഡിന് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ഒരു സ്റ്റെബിലിറ്റിക്ക് കുറവുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവരെന്തായാലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൽ ടെലിഫോട്ടോ ക്യാമറ കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു പ്രൈമറി ക്യാമറ വെച്ച് 1.5x 2x ഒക്കെയുള്ള ഒരു സെൻസർ ക്രോപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള പോർട്രേറ്റ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ടെലിഫോട്ടോ പരിപാടി എടുക്കാൻ പറ്റും. അത് ഒപ്റ്റിക്കൽ സൂം അല്ല, ഡിജിറ്റൽ സൂം എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണ് ക്യാമറ എക്സ്പീരിയൻസ്. പിന്നെ പിക്സലിൻ്റെ ക്യാമറയാണ്, ഞാൻ അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. പിക്സൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാമറ ചെയ്യും. അതിപ്പം ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അപ്ഡേറ്റുകളും തരും. സോ അങ്ങനെയാണ് ക്യാമറ സെക്ഷൻ. ലാസ്റ്റ് ഒരു ഫൈനൽ വെർഡിക്റ്റ് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ഫോൺ എടുക്കണോ വേണ്ടയോ, ബോക്സ് ആൻഡ് പ്രൈസിങ് ഫൈനലിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാം. അതായത് 80,000 രൂപയാണ് ഈ ഫോണിന് വരുന്നത്, 12GB 256GB. ആൻഡ് നിങ്ങൾക്ക് പെട്ടീൻ്റെ അകത്ത് ചാർജർ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് USB 2.0 കേബിൾ മാത്രമാണ് കിട്ടുന്നത്. 3.2 സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും 2.0 കേബിളാണ് കൊടുത്തിരിക്കുന്നത്. വൈ പിക്സൽ അത് 3.2 കൊടുത്തുകൂടെ കേബിൾ, പിന്നെ ഒരു സിം ഇജക്ടർ പിന്നെ മാത്രമേ കിട്ടുന്നുള്ളൂ. സോ എന്തായാലും ചാർജർ നിങ്ങൾ വേറെ വാങ്ങണം, അത് 27 വാട്ടിന്.
അപ്പോൾ നിങ്ങൾ 80,000 രൂപയ്ക്ക് ഇപ്പോൾ ഒരിക്കലും എടുക്കരുത്. ഞാൻ ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ ചെയ്യുന്ന എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ കൊല്ലത്തെ പിക്സലിനേക്കാളൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി വന്നിട്ടുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് ഇപ്പോൾ ഈ ഫോൺ നിങ്ങൾ എടുത്താലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫോണായിരിക്കും. ഗെയിമിംഗ് സെൻട്രിക് അല്ല, ഇപ്പോഴേ പറയാം, ഗെയിമിംഗ് സെൻട്രിക് അല്ല. ഇത് ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ AI ഫീച്ചേഴ്സ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ഇങ്ങനെ നോക്കുമ്പോൾ ഡിസ്പ്ലേ മൾട്ടിമീഡിയ ഒക്കെ അടിപൊളിയാണ്. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാൻ മതി. ഇങ്ങനെയുള്ളൊരു സ്മാർട്ട് ഫോണായിട്ട് തോന്നി. ഇത് അടുത്ത 2 കൊല്ലം ഇങ്ങോട്ട് കഴിയുമ്പോൾ കുറച്ച് പ്രൈസ് കുറഞ്ഞു കിട്ടും. ആ ടൈമിൽ നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് പുറത്തുനിന്ന് വരുത്താനും നോക്കിയാൽ ഇൻ്റർനാഷണൽ വാറണ്ടി കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷേ പുറത്തുനിന്ന് വരുത്തിക്കാൻ നോക്കിയാലും കാനഡയിലൊക്കെയാണ് ഏറ്റവും വില കുറഞ്ഞ് ഞാൻ കണ്ടത്. കാനഡയിലുണ്ട് നിങ്ങൾക്ക് 80,000 ഇന്ത്യയിലെങ്കിൽ 75,000 കാനഡയിലും വരുന്നുണ്ട് ഏകദേശം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുത്തിച്ചാലും അത്ര അങ്ങോട്ടൊരു വെർത്തിനെസ് നമുക്ക് തോന്നൂല. അതുകൊണ്ട് അപ്പം എന്തായാലും കുറച്ച് പ്രൈസ് കുറയാൻ വെയിറ്റ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതും പ്രൈസ് കുറഞ്ഞാൽ തന്നെ മാക്സിമം ബാങ്ക് ഓഫറും പിന്നെ എക്സ്ചേഞ്ച് ഓഫറൊക്കെ ചേർത്തിട്ട് പരമാവധി പ്രൈസ് കുറച്ചെടുക്കാൻ നോക്കുക. കാരണം ടെലിഫോട്ടോ ക്യാമറ ഇല്ല, ഈ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറവായിരിക്കും. പിന്നെ അവർ അടുത്ത കൊല്ലത്തേക്കെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം എന്നെനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് മെയിൻ രണ്ടെണ്ണം. അതായത് UFS 3.1 മോശമായിപ്പോയി. പിന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് അവർ എന്തായാലും ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. ആ ചിപ്സെറ്റ് ഒന്നെങ്കിൽ അവർ TSMC ആക്കി മാറ്റണം, സാംസങ്ങിൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് TSMC ആക്കണം. എന്നാലേ കുറച്ചുകൂടി ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് അവരെന്തായാലും ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. ഇത്രമാത്രം എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളൂ. സോ ഇത്രയും നേരം കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലേക്ക് നോർത്താനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.